നമസ്കാരം എല്ലാ കുട്ടികൾക്കും ഗിരീഷ് സാറാണ്. പ്ലസ് ടു സേ 20 ദിവസം, വെറും 20 ദിവസം കൊണ്ട് നിങ്ങൾക്ക് ഡബിൾ പാസ് മാർക്കും അതിൽ കൂടുതലും മേടിക്കാം, ഉറപ്പിക്കാം. ഇത് ചുമ്മാതങ്ങ് തള്ളിക്കൊല്ലൊന്നുമല്ല, കൃത്യമായിട്ട് നമ്മൾ പരീക്ഷയ്ക്ക് ഒരാഴ്ച മുമ്പ് നമ്മൾ ഫുൾ മാർക്ക് അല്ലെങ്കിൽ 2 ദിവസം കൊണ്ട് പഠിപ്പിച്ച് ഫുൾ മാർക്ക് എല്ലാവരും മേടിക്കുന്നില്ലേ, പ്ലസ് ടു ഫുള്ള് പഠിച്ച്. അന്നേരം വെറും 20 ദിവസം മതി. എന്നിട്ട് നിങ്ങൾ ആലോചിക്കുക, ഏകദേശം ഒരു മാസത്തിൽ കൂടുതലുണ്ട്. ഇപ്പം ജൂൺ 12-ാം തീയതിയാണ് പരീക്ഷ തുടങ്ങുന്നത്. ഇന്ന് മെയ് 10-ആണ്, ഞാൻ ഈ വീഡിയോ എടുക്കുമ്പോൾ മെയ് 10-ആണ്. ഏകദേശം ഒരു മാസമുണ്ട്. ഞാൻ പറഞ്ഞ 20 ദിവസം കൊണ്ട് റിവൈസ് ചെയ്ത് നിങ്ങളെ പരീക്ഷയ്ക്ക് നല്ല ഗംഭീരമായിട്ട് വിടാനുള്ള മാർഗങ്ങളാണ് ഞാൻ പറയുന്നത്. അത് എന്താണെന്ന് വെച്ചാൽ വളരെ സിമ്പിളായിട്ട് നമ്മളൊരു വിഷയം പഠിക്കുമ്പോൾ ഫിസിക്സോ കെമിസ്ട്രി ഏതോ അക്കൗണ്ടൻസി ഏതോ ആയിക്കോട്ടെ, നമ്മളിപ്പം 10-30 മണിക്കൂർ കാണും ആ 2 ടെക്സ്റ്റൊക്കെ പഠിക്കാൻ. ആ 30 മണിക്കൂർ വെച്ച് പഠിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമ്മൾ ജയിക്കുമോ? ഇല്ല. അത് കൃത്യമായ നമ്മൾ തന്നെ ധാരണ ഉണ്ടാക്കണം. ഇല്ല. പകരം ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ചിലപ്പോൾ ഒരു ഫിസിക്സ് ചിലപ്പോൾ 5 മണിക്കൂർ അല്ലെങ്കിൽ 6 മണിക്കൂർ കാണത്തുള്ളൂ മൊത്തത്തിൽ എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ 5 വിഷയങ്ങൾ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എത്ര മണിക്കൂർ കാണും? 30 മണിക്കൂർ. 6 × 5 മാക്സിമമാണ് ഞാൻ പറയുന്നത്. ഇങ്ങനെയാണ് നമ്മുടെ ക്ലാസ് തരുന്നത്. 30 മണിക്കൂർ മൊത്തം. നിങ്ങൾ ഒരു ദിവസം 3 മണിക്കൂർ വെച്ച് പഠിച്ചാൽ 10 ദിവസം കൊണ്ട് നിങ്ങൾ ഈ 5 വിഷയങ്ങൾ, ഏത് വിഷയങ്ങളായിക്കോട്ടെ, ഹ്യൂമാനിറ്റീസിൻ്റെ ആയിക്കോട്ടെ, കൊമേഴ്സ് ആയിക്കോട്ടെ, സയൻസ് ആയിക്കോട്ടെ, ആ 10 ദിവസം കൊണ്ട് 3 മണിക്കൂർ വെച്ച് പഠിച്ചാൽ എന്തായാലും ഇച്ചിരി കാര്യമായിട്ട് പഠിക്കണം. ഞാൻ 5 മണിക്കൂറോ 8 മണിക്കൂറോ 10 മണിക്കൂറോ പഠിക്കാനല്ല പറഞ്ഞേ. വെറും 3 മണിക്കൂർ പഠിച്ചാലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഈസി ആയിട്ട് 10 ദിവസം കൊണ്ട് തീർക്കാം. കാരണം 30 മണിക്കൂറേ ഉള്ളൂ. 5 വിഷയം പോയിട്ടുള്ളവർ, 6 വിഷയം പോയിട്ടുള്ളവരാണെങ്കിലും 2 ദിവസമോടെ കൂടുതൽ എടുക്കുമായിരിക്കും, അതിൽ കൂടുതലില്ല. അന്നേരം ഈ ഒരു മെത്തേഡാണ് നമ്മളെല്ലാ വട്ടവും ഞാൻ സ്വീകരിക്കുന്നത്. ആ മെത്തേഡ് എല്ലാ കുട്ടികൾക്കും, കാരണം ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സും പഠിച്ചുകൊണ്ട് പോവുക, അത് കൃത്യമായിട്ട് ചോദിക്കും എന്നുള്ളത് ഉറപ്പുകൊണ്ട് ആ ക്വസ്റ്റ്യൻസ് തന്നെ ചോദിക്കുകയും ചെയ്യും. അന്നേരം നമ്മൾ ആ രീതിയിൽ പഠിച്ചാൽ നിങ്ങൾ ആലോചിക്കുക, 10 ദിവസം കൊണ്ട് തീർന്നാൽ പിന്നെ 10 ദിവസം നമുക്ക് റിവിഷൻ ക്ലാസ്സുകളും ബാക്കിയുള്ളതും അങ്ങനെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഇട്ട് റിവൈസ് ചെയ്ത് ബാക്കി 10 ദിവസം മാക്സിമം എത്ര ദിവസം മതി എന്ന് ഞാൻ പറഞ്ഞേ? ഡബിളാണ്. 20 ദിവസം മതി മാക്സിമം നല്ല അടിപൊളിയായിട്ട് പഠിച്ചിട്ട് പോകാൻ. അന്നേരം ഒരു കുട്ടികളും തോറ്റൊരു കുട്ടികളും ഇത് മാക്സിമം വീഡിയോ ഒക്കെ ഷെയർ ചെയ്യുക. കാര്യമുള്ള വീഡിയോസ് നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക. കാരണം 80,000 കുട്ടികളാണ് തോറ്റേക്കുന്നത്. പലർക്കും ഇതിൻ്റെ സീരിയസ്നെസ് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. അന്നേരം നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക. നിങ്ങളുടെ പേര്, ഡിസ്ട്രിക്റ്റ്, വാട്സപ്പ് നമ്പർ, പ്ലസ് ടു സേ സബ്ജക്ട്സ് ഏതാണെന്ന് കൃത്യമായിട്ട് കൊടുക്കുക. ഓൺലൈൻ ക്ലാസ്സുകളാണ്. നിങ്ങൾക്ക് താമസിച്ചായാലും നിങ്ങൾക്ക് കൃത്യമായിട്ട് റിപ്ലൈ കിട്ടും. കാരണം അതുപോലെ ആയിരക്കണക്കിന് മെസ്സേജുകളാണ് വരുന്നത്. അതുകൊണ്ട് ഒരാൾ നിങ്ങൾ കോൾ ചെയ്ത് ചോദിക്കേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് റിപ്ലൈ കിട്ടിയിരിക്കും. പിന്നെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ അതിനകത്ത് തന്നെ ടെക്സ്റ്റായിട്ട് സംശയം ഇട്ടാൽ മതി. കൃത്യമായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ജോയിൻ ചെയ്യാം. എല്ലാവരും കൃത്യം 100% ഗ്യാരണ്ടി എല്ലാവരും ജയിച്ചിരിക്കുകയും ചെയ്യും. അതിപ്പോൾ മനസ്സിലായല്ലോ, ഇങ്ങനെയാണ് നമ്മൾ പഠിപ്പിക്കുന്നത്. അന്നേരം ആ രീതിയിലാണ് അധ്യാപകരെല്ലാം ക്ലാസ് എടുക്കുന്നതും ക്ലാസ് എടുത്ത് വെച്ചേക്കുന്നതും എല്ലാം അങ്ങനെയാണ്. അതുകൊണ്ട് ഒരു ടെൻഷനും വേണ്ട, റെഡി ആയിക്കോ. 5 വിഷയം പോയിട്ടുള്ളവരും 4 വിഷയം പോയിട്ടുള്ളവരും 3 വിഷയം പോയിട്ടുള്ളവരും അന്നേരം എത്രമാത്രം എളുപ്പത്തിൽ നിങ്ങൾ ജയിക്കാമെന്ന് ആലോചിച്ച് നോക്കിയേ. കോൺഫിഡൻസ് ഇച്ചിരെങ്കിലും കൂടിയില്ലേ? കൂടണം. ഓവർ കോൺഫിഡൻസ് ആകരുത്, പഠിക്കാതിരിക്കരുത്. 3 മണിക്കൂറെങ്കിലും ദിവസം പഠിക്കണം. പഠിക്കാൻ നിങ്ങൾ റെഡിയാണെങ്കിൽ മാഷ് കൂടെ ഉണ്ട്. നെവർ എവർ ഗിവ് അപ്പ്.